അപ്പോൾ തിരുവോണം നക്ഷത്രക്കാരെ, നമുക്ക് നമ്മളെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. അന്യരുടെ സഹായം കൂടാതെ ഏത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുന്ന സ്വഭാവമായിരിക്കും നിങ്ങളുടേത്. എടുത്തുചാട്ട മനോഭാവം പലപ്പോഴും പ്രശ്നങ്ങളിൽ കൊണ്ട് എത്തിച്ചേക്കാം. വിചാരിച്ച കാര്യങ്ങൾ അതുപോലെ സാധിക്കാതെ വന്നാൽ അതിൻ്റെ ദേഷ്യവും അരിശവും പ്രകടിപ്പിക്കുന്നവരായിരിക്കും നിങ്ങൾ. നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും കൃത്യമായിരിക്കും. എങ്കിലും ചിലപ്പോഴെങ്കിലും പ്രിയപ്പെട്ടവർക്ക് നൽകിയ വാക്ക് പാലിക്കാൻ കഴിയാതെയായെന്ന് വന്നേക്കാം. സൽസ്വഭാവിയും കുടുംബസ്നേഹവുമുള്ളവരായിരിക്കും നിങ്ങൾ. അടുക്കും ചിട്ടയോടും കൂടിയ പ്രവർത്തനങ്ങൾ മൂലം മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങൾക്ക് പാത്രീഭൂതനാകും. മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും കണ്ടാൽ മനസ്സലിയുന്ന സ്വഭാവമാണ് നിങ്ങളുടേത്. തന്മൂലം അവർക്ക് വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ്. ആരോടെങ്കിലും വിരോധം വന്നാൽ അത് മറച്ചുവെച്ച് പ്രവർത്തിക്കുന്ന സ്വഭാവം നിങ്ങൾക്കില്ല. അകമഴിഞ്ഞ ഈശ്വരഭക്തിയും ഗുരുഭക്തിയും നിങ്ങൾക്ക് ജീവിതാവസാനം വരെ ഉണ്ടായിരിക്കുന്നതാണ്. ബന്ധുക്കൾക്കും സ്നേഹിതർക്കും വേണ്ടി തൻ്റെ കഴിവിനേക്കാൾ കൂടുതൽ പരിശ്രമിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ്. എങ്കിലും അവരിൽ നിന്ന് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാവുക. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആകർഷണീയത നിങ്ങളുടെ സംസാരത്തിലും പ്രവൃത്തിയിലും ഉണ്ടായിരിക്കുന്നതാണ്. ഭാഗ്യനിർഭാഗ്യങ്ങൾ ജീവിതത്തിലുടനീളം നിങ്ങളെ പിന്തുടരുന്നതാണ്. തന്മൂലം സുഖദുഃഖ സമ്മിശ്രമായിരിക്കും ജീവിതം. കുട്ടിക്കാലത്തെ തന്നെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. മദ്യം, മറ്റ് ലഹരി വസ്തുക്കൾ എന്നിവയിൽ ആകർഷണം തോന്നിയാൽ അവയിൽ നിന്ന് പിന്മാറുക വളരെയധികം കഠിനകരമായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായിരിക്കും ജീവിത പുരോഗതിക്ക് അഭികാമ്യം. ഭരണരംഗങ്ങളിൽ വിജയിക്കുകയും അധികാരസ്ഥാനങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നതായിരിക്കും. വർദ്ധിച്ച തോതിലുള്ള അഭിമാനബോധമുള്ളവരാണ് നിങ്ങൾ. അന്യ ആളുകളുടെ സഹായം പലവിധത്തിലും ലഭിക്കാനിടയാകും. ഗൗരവമുള്ള പ്രകൃതക്കാരാണ് നിങ്ങൾ. വസ്ത്രധാരണത്തിൽ അത്രത്തോളം ശ്രദ്ധ വച്ച് പുലർത്താറില്ല. ദാമ്പത്യ ജീവിതം സന്തുഷ്ടപൂർണമായിരിക്കും. നിങ്ങളോട് സ്നേഹവും പ്രതിബദ്ധതയും വച്ച് പുലർത്തുന്ന ഉത്തമരായ പങ്കാളിയെ തന്നെ ലഭിക്കുന്നതായിരിക്കും. എങ്കിലും നിസാര കാര്യങ്ങളെ ചൊല്ലി പങ്കാളിയുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ടേക്കാം. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് മേൽപ്പറഞ്ഞ ഫലങ്ങൾക്ക് പുറമേ കലാപരമായ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യമുണ്ടായിരിക്കും. സൗന്ദര്യവും സംഭാഷണ ചാതുര്യവും നിങ്ങളുടെ പ്രത്യേകതയാണ്. പരോപകാര തൽപരരായിരിക്കും നിങ്ങൾ. സന്താന സൗഭാഗ്യവും നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ തിരുവോണം നക്ഷത്രക്കാരെ, നിങ്ങളെക്കുറിച്ചുള്ള സാമാന്യമായൊരു വിവരണമാണ് ഞാനിവിടെ നൽകിയത്. നിങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾക്കുള്ള സാദൃശ്യം താഴെ കമന്റ് ചെയ്യുമല്ലോ. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. കൃഷ്ണ ഗുരുവായൂരപ്പ, ഏവർക്കും നന്മകൾ വരട്ടെ.